Xylem SSCRRB. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ വലിയൊരു സന്തോഷ വാർത്തയാണ്. നമ്മുടെ SSC GD നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റെഡി? അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ വിൻഡോ ഓൺലൈൻ അപ്ലിക്കേഷനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നലെ മുതൽ 5/9/2024 മുതൽ 14/10/2024 വരെയാണ് നമുക്ക് അപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് അപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത് 5/9/2024 മുതലും ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ലിംഗ് എന്ന് പറയുന്നത് 14/10/2024 ആണ്. നമുക്ക് ഫീസ് പേ ചെയ്യുന്നതിനായിട്ട് ഒരു ദിവസം കൂടി എക്സ്ട്രാ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, 14-ാം തീയതി ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഫോം ഫില്ല് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പൈസ മാത്രമാണ് അടക്കാൻ ബാക്കിയെങ്കിൽ ഒരു ദിവസം കൂടി എക്സ്ട്രാ കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് 15/10/2024 വരെ പൈസ അടക്കാവുന്നതാണ്. പക്ഷെ അപ്ലിക്കേഷൻ ഫില്ലിംഗ് ക്ലോസ് ആവുന്നത് 14-ാം തീയതിക്കായിരിക്കും. ഇനി വിൻഡോ ഫോർ അപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ഉള്ള വിൻഡോ ഓപ്പൺ ആവുന്നത് 5/11/2024 മുതൽ 7/11/2024 വരെ ആയിരിക്കും. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ടെന്റേറ്റീവ് സ്കെഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനുവരി മുതൽ ഫെബ്രുവരി 2025, അതായത് ജനുവരി-ഫെബ്രുവരി മാസങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനഫ് പ്രിപ്പറേഷനുള്ള ടൈം ഉണ്ട്. കാരണം നമ്മൾ കറക്റ്റായി മോർ ഫോക്കസ്ഡ് ആയി എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണ്ട എന്ന് പറഞ്ഞു തരുന്ന ഒരു ഫാക്കൽറ്റി പാനൽ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് SSC GD എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എത്രമാത്രം നമ്മൾ സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുന്നോ അത്രമാത്രം നമുക്കത് എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങളെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ പേ ലെവൽ വരുന്നത് രണ്ടെണ്ണം ഉണ്ട്. പേ ലെവൽ 1 വരുന്ന ജോബും ഉണ്ട്, പേ ലെവൽ 3 വരുന്ന ജോബും ഉണ്ട്. പേ ലെവൽ 1 ഉണ്ട്, പേ ലെവൽ 3 ഉണ്ട്. പേ ലെവൽ 1 വരുമ്പോൾ 18,000 മുതൽ 56,900 ആണ് പേ ലെവലിൽ വരുന്നത്. പേ ലെവൽ 1 വരുന്ന പോസ്റ്റുകൾക്ക് ഇതായിരിക്കും സാലറി വരുന്നുണ്ടായിരിക്കുക. ഇനി പേ ലെവൽ 3 ആണെങ്കിൽ 21,700 സ്റ്റാർട്ട് ചെയ്ത് 69,100 ആണ് പേ ലെവൽ 3 വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേക്കൻസി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയുന്ന പോലെ തന്നെ GDയിൽ എപ്പോഴും വേക്കൻസി കൂടുതൽ വരുന്നത് മെയിൽ കാറ്റഗറിക്കായിരിക്കും, ഫീമെയിൽ കാറ്റഗറിക്ക് കുറവായിരിക്കും വേക്കൻസി. പക്ഷെ നമ്മൾ നോക്കിയാൽ ഇവിടെ നമ്മുടെ മെയിൽ കാറ്റഗറീസിന്റെ മെയിലിന്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് എത്രയാണ്? 35,612 ആണ് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത്. ഓരോ കാറ്റഗറി വൈസ് ഇവിടെ വേക്കൻസി കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഫീമെയിൽ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 3,869 ആണ്. അതായത് നമ്മുടെ SSC GD മെയിൽ കാൻഡിഡേറ്റ് വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ് വേക്കൻസിയും കൂട്ടിയാൽ ഏകദേശം 39,481 വേക്കൻസിയാണ് നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വലിയ അവസരമാണല്ലേ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ ആസ്പിറൻസിനുമുള്ള വലിയൊരു അവസരമാണ് SSC GD എന്ന് പറയുന്നത്. കാരണം വേക്കൻസി എന്ന് പറയുന്നത് 39,481 ആണ്. മെയിൽ കാൻഡിഡേറ്റ്സ് വേക്കൻസി 35,612 ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 3,869 അതായത് ടോട്ടൽ 39,481 വേക്കൻസിയാണ്. വളരെ വലിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മുന്നിലുള്ള അവസരത്തിന്റെ വലിപ്പം മനസ്സിലാക്കി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഏജ് ലിമിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ള കാൻഡിഡേറ്റ്സിനാണ് SSC GD പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2/1/2002 മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. നോട്ട് ലേറ്റർ ദാൻ 1/1/2007 ശേഷമാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/1/2007 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2/1/2007 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SSC ST കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ വരുന്നത് 5 years ആണ്. OBCക്ക് 3 വർഷമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. അതായത് നമ്മുടെ അപ്പർ ഏജ് ലിമിറ്റ് കൂടും. നോക്കാം,
ഇപ്പൊ 23 വയസ്സാണ് അല്ലെ. അപ്പോൾ SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ +5 years ഏജ് റിലാക്സേഷൻ ആണ്. നമുക്ക് 28 SC ST കാൻഡിഡേറ്റ്സിന് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി OBC ആണെങ്കിൽ 23 + 3 26 വയസ്സ് വരെയാണ് OBC കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. റെഡി ആണല്ലോ. ബാക്കിയുള്ള എല്ലാ റിലാക്സേഷൻസും നോട്ടിഫിക്കേഷൻ നോക്കിയാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെച്ചൂന്നേ ഉള്ളൂ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചൂന്നേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള 10ാം ക്ലാസ് ഹോൾഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, മെട്രിക്കുലേഷൻ ഓർ 10th ക്ലാസ് എക്സാമിനേഷൻ പാസ്സായിരിക്കണം. ഇനി നമുക്കറിയാം SSC GDയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫിസിക്കൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫിസിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, അതിനുശേഷമാണ് ഫിസിക്കൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫിസിക്കൽ നോക്കിയതിന് ശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് പോവാം. യെസ്, ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെ നോക്കാം, അതിനുശേഷം ഫിസിക്കൽ പോവാം. നമ്മുടെ SSC GDയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, പിന്നീട് ഫിസിക്കൽ വരുന്നു, മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നു, അങ്ങനെയാണ് പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ തന്നെ നോക്കാം. ടോട്ടൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വിൽ കൺസിസ്റ്റ് ഓഫ് 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ 80 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക 40 മാർക്കിന്. അപ്പൊ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്. ഇനി ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്സിൽ 20 ക്വസ്റ്റ്യൻ ആണ്, എഗെയിൻ 40 മാർക്ക്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക്. എലിമെന്ററി മാത്തമാറ്റിക്സിനും 20 ക്വസ്റ്റ്യൻസ് ആണ്, 40 മാർക്ക്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി 20 ക്വസ്റ്റ്യൻസ് ആണ്, 40 മാർക്ക്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാത്തിനും 40 മാർക്കാണ് വരുന്നത്. ടോട്ടൽ ടൈം 60 മിനിറ്റ് ആണ്, അതായത് വളരെ ലിമിറ്റഡ് ടൈമാണ് നമുക്കുള്ളത്. ആ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചാടിക്കിടക്കാൻ പറ്റുന്ന ഒരു ബാരിയർ ആണ് നമ്മുടെ CBT 1 എന്ന് പറയുന്നത് അല്ലേ. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ്. ഫിസിക്കൽ ടെസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഹൈറ്റ്. മെയിലിന് 170 സെന്റിമീറ്ററും ഫീമെയിലിന് 157 സെന്റിമീറ്ററുമാണ്. നമ്മുടെ കാറ്റഗറി വൈസ് എന്ത് തന്നിട്ടുണ്ട്, നമ്മുടെ ഹൈറ്റിനുള്ള റിലാക്സേഷൻ ഉണ്ട്. SSC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമ്മുടെ ഓൾ കാൻഡിഡേറ്റ്സ് ബിലോങ്സ് ടു ഷെഡ്യൂൾഡ് ട്രൈബ്. ST കാൻഡിഡേറ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ മെയിലിന് വരുന്നത് 162.5ഉം ഫീമെയിലിന് 150ഉമാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഹൈറ്റിലുള്ള റിലാക്സേഷൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി നമ്മുടെ റേസ് ആണ് ഇവന്റ് വരുന്നത്. റേസിൽ മെയിലിന് വരുന്നത് 5 കിലോമീറ്റർ ഇൻ 24 മിനിറ്റും ഫീമെയിലിന് 1.6 കിലോമീറ്റർ ഇൻ 8.5 മിനിറ്റുമാണ്. ഇനി 1.6 കിലോമീറ്റർ ഇൻ 7 മിനിറ്റ്, ഫീമെയിലിന് വരുമ്പോൾ 800 മീറ്റർ ഇൻ 5 മിനിറ്റ്. ഇതാണ് ഇവന്റിൽ വരുന്നത്, റേസ് ആണ്. റെഡി. ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് നമ്മുടെ മലയാളത്തിൽ എക്സാം എഴുതി നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ യൂണിഫോം പോസ്റ്റിലേക്ക് എത്താൻ പറ്റിയ എക്സാം ആണ് SSC GD. അപ്പോൾ ഈ എക്സാമിന്റെ വളരെ വലിയൊരു പ്രത്യേകതയാണ് മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുമെന്നുള്ളത്. പിന്നെ കൂടാതെ നമ്മൾ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ദാറ്റ് ഇസ് 0.25 നെഗറ്റീവ് മാർക്കിംഗ് ആണ്. കൂടാതെ മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും. റെഡി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് ശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്, മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മലയാളത്തിൽ എക്സാം
എക്സാം എഴുതാൻ പ്രിഫർ ചെയ്യുന്ന കുറേ അധികം ആസ്പിറൻസ് ഉള്ളതാണ് നമ്മുടെ GD എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾ സൈലം SSC-RRB മലയാളത്തിൽ SSC GD കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ SSC GD ബാച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് മലയാളത്തിലാണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ GD-യിൽ പൊതുവെ എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് ഫിസിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പ്രധാനമായും SSC GD-യിലേക്ക് വരുന്നത് അല്ലേ. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗമായിരിക്കും CBT 1 എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കലി എത്ര സ്ട്രോങ് ആണ്, ഏബിൾ ആണ് എന്ന് പറഞ്ഞാലും ഫസ്റ്റത്തെ CBT 1 എന്ന് പറയുന്ന കടമ്പ കടന്നാൽ മാത്രമാണ് നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് ഷോ ചെയ്യാനും നമുക്ക് നമ്മുടെ ഡ്രീം ജോലിയിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുള്ളൂ. അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ SSC GD ശൗര്യ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ക്ലാസ്സുകൾ മലയാളത്തിലായിരിക്കും ഉണ്ടാവുക. മലയാളത്തിൽ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആസ്പിറൻസും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് 2499 ആണ്. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് 4th സ്ലൈഡ് ആണ്. ക്ലാസ്സുകൾ ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ക്ലാസ്സുകൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് മലയാളത്തിൽ എക്സാം എഴുതിക്കൊണ്ട് വളരെ കൃത്യമായി പഠിച്ച് സിലബസിൽ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് പഠിച്ച് നമുക്ക് നമ്മുടെ ഏറ്റവും എളുപ്പമുള്ള ഭാഗമായിട്ടുള്ള CBT 1 അതായത് നോൺ ടെക്നിക്കൽ പാർട്ട് നമ്മൾ എഴുതിയെടുക്കണം, നമ്മൾ അടിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജോലിയിലേക്ക് ഉടനെ തന്നെ എത്തട്ടെ. അപ്പൊ എല്ലാവരെയും ബാച്ചിൽ കാണാം എന്നുള്ള വിശ്വാസത്തോടെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.